സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഗിരീഷിന് ദേവിക സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നതിൻ്റെ പേരിൽ സിദ്ധാർത്ഥനെ പാർട്ടിയിൽ പ്രസിഡൻറ്റും സെക്രട്ടറി എല്ലാവരും വിളിക്കുന്നുണ്ട്. ആ സമയം സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയോടും നന്ദനോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ ഗിരീഷിൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന്, അതുകൊണ്ടല്ലേ രജനി ഇവിടെ വന്ന് കാല് പിടിക്കും പോലെ പറഞ്ഞിട്ട് ഞാൻ അതിൽ ഇടപെടാണ്ടിരുന്നത്. എന്തായാലും ഗിരീഷൻ ഇവിടുത്തെ മരുമകനായിരിക്കും എന്ന് വിചാരിച്ച് പാർട്ടിക്ക് എതിർ പാർട്ടിയുടെ പ്രവർത്തകന, അതുകൊണ്ട് അവർ തന്നെ ഗിരീഷിനെ ജാമ്യത്തിൽ ഇറക്കിക്കൊള്ളുമായിരുന്നു. അതിന് എന്തിനാ ദേവിക പോയെന്ന്. ആ സമയത്ത് പ്രഭാവതി ആണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ ദേഷ്യം തണുപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അത് ദേവിക്ക് അറിയില്ലായിരിക്കും, അതുകൊണ്ട് മോളെ വഴക്ക് പറയാനൊന്നും നിൽക്കണ്ട സിദ്ധുന്ന്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ദേവിക അങ്ങോട്ട് വരുമ്പോൾ ദേവികയോടും സിദ്ധാർത്ഥൻ നല്ലോണം തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയം ദേവിക സിദ്ധാർത്ഥനോട് ക്ഷമയൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ലായിരുന്നു അച്ഛാ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന്. എന്തായാലും ഗിരീഷേട്ടൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ ചെയ്തതിൽ എന്ത് തെറ്റാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, MLA ആണെന്ന് വിചാരിച്ച് എല്ലാ കാര്യത്തിലും കയറി ഇടപെടേണ്ടാത്ത കാര്യത്തിൽ ഇടപെട്ടാൽ അത് വലിയ പ്രശ്നങ്ങളാവും. ഇപ്പം തന്നെ എന്നോട് പാർട്ടി ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞേക്കാം. എന്തായാലും ദേവിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ സിദ്ധാർത്ഥൻ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പോകുന്നുണ്ട്. ആ സമയം ദേവിക നന്ദൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, നന്ദ ഇനിയിപ്പോൾ അത് വലിയ പ്രശ്നമാവോ നന്ദ എന്ന് ചോദിക്കുമ്പം അതറിയില്ല, എന്തായാലും അച്ഛൻ പോയിട്ടുണ്ടല്ലോ, അച്ഛൻ പോയിട്ട് വരുമ്പോൾ അറിയാം. പിന്നെ വേറൊരു കാര്യം ദേവി, ഇന്ന് അമ്മ ചന്ദ്രമതി ആൻറ്റിയുടെ കൂടെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം അമ്മയുടെ മുഖത്ത് എന്തൊക്കെയോ ഒരു പ്രയാസം ഞാൻ കണ്ടു. ആ സമയം ദേവിക പറയുന്നുണ്ട്, അത് വേറൊന്നും ആയിരിക്കില്ല നന്ദു, എന്തായാലും മീര മരിച്ചതിൻ്റെ വിഷമം അമ്മയ്ക്ക് ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ മീരയുടെ ഓർമ്മ ദിവസം ആയതുകൊണ്ട് മീരയെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും എന്ന് പറയുമ്പം ഇല്ല, അങ്ങനെയാണെങ്കിൽ ചന്ദ്രമതി ആൻറ്റിയുടെ മുഖത്ത് ആ വിഷമം കണ്ടതല്ലേ, ആൻറ്റിയുടെ മുഖത്ത് അങ്ങനെ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല, അമ്മയ്ക്ക് വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, നന്ദു എന്നിട്ട് ഈ വിവരം അമ്മയോട് ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ ചോദിച്ചു, പക്ഷേ അമ്മ അതിന് കൃത്യമായ മറുപടി ഒന്നും പറഞ്ഞില്ല. ചന്ദ്രമതി ആൻറ്റി എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും അമ്മ പെട്ടെന്ന് തന്നെ അത് തടയുകയോ ചെയ്തേന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എന്തായാലും നന്ദു ഒരു കാര്യം ചെയ്യുക, ആൻറ്റിയെ കണ്ടൊന്ന് സംസാരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ത്യാഗരാജനെയാണ്. ത്യാഗരാജനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. കാരണം ഋഷി പറഞ്ഞേക്കണത് നന്ദൻ തടസ്സമായി വന്നാൽ ആദ്യം തന്നെ നന്ദനെ തീർക്കണം എന്നാണല്ലോ. ത്യാഗരാജനൊക്കെയാണെങ്കിൽ ചന്ദ്രോത്തുള്ള എല്ലാവരെയും കൊല്ലണം എന്ന് തന്നെയാണ് മനസ്സിലുള്ള ആഗ്രഹം, പ്രഭാവതിയെ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ നന്ദനെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ദേവികയും പ്രഭാവതിയും തീർക്കാനോ എളുപ്പമാണെന്നുള്ളൊരു കണക്കുകൂട്ടലിൽ തന്നെ ത്യാഗരാജൻ നിൽക്കുന്നുണ്ട്. ഇതേസമയം അരുന്ധതി ഈ വിവരങ്ങളൊന്നും അറിയണില്ല. അമ്പലത്തിൽ വെച്ച് ഈ ഋഷി പ്രഭാവതിയോട് മോശമായി പെരുമാറിയതും ചന്ദ്രമതി തല്ലിയതായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അറിയണില്ല. അങ്ങനെ ഋഷി വീട്ടിൽ വരുമ്പം അരുന്ധതി ചോദിക്കുന്നുണ്ട്, ഋഷി നീ അത്യാവശ്യമായിട്ട് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അമ്മ എനിക്കൊരു സുഹൃത്തിനെ കാണാനുണ്ടായിരുന്നു, ഞാൻ അവനെ കാണാനായിട്ട് പോയതാ, എന്തിനാ അമ്മ എന്നെ അന്വേഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇനി നീ ഇപ്പം പ്രഭാവതിക്കെതിരെ എന്തെങ്കിലും പ്ലാനുമായിട്ട് പോയതാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എന്തായാലും ഇനി പ്രഭാവതിക്കെതിരെ ഒരു നീക്കവും നടത്തരുത്, അങ്ങനെ എന്തെങ്കിലും നീക്കം നടത്തുന്നതിന് മുമ്പ് നീ എന്നോട് പറയണം, നിനക്കൊരു ആപത്ത് വരുന്ന കാര്യത്തിന് കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന്. ആ സമയം ഋഷി പറയുന്നുണ്ട്, ഇല്ലമ്മേ ഇനി ഞാൻ അങ്ങനെ ഒന്നിനും നിൽക്കില്ല, എന്തായാലും അമ്മ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനത്തെ ഒരു പ്രശ്നത്തിനും പോവില്ല, അമ്മ ധൈര്യമായിട്ട് ഇരുന്നോളാം. ആ സമയത്ത് നമ്മളുടെ അരുന്ധതിക്കാണെങ്കിൽ ഈ ഋഷി പറഞ്ഞതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമാവണമൊന്നുമില്ല. എന്നിട്ട് ഋഷി മേളിലേക്ക് പോയതും അരുന്ധതി CP വിളിക്കുന്നുണ്ട്. CP ഫോൺ എടുത്തത് എന്താ മേഡം ചോദിക്കുമ്പോൾ, ഋഷിയെ ഒന്ന് ശ്രദ്ധിക്കണം CP, ഋഷി ആരെയൊക്കെ കാണുന്നുണ്ട്, എവിടെയൊക്കെ പോകണമെന്നുണ്ടെന്നൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം. അതെന്തിനാ മേഡം എന്ന് ചോദിക്കുമ്പോൾ, ഋഷിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കാണുന്നുണ്ട്, അവൻ ആ പ്രഭാവതിയെയും കുടുംബത്തെയും തകർക്കാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നണേ, അതിന് സപ്പോർട്ടായിട്ട് അവനക്ക് ആരുടെയൊക്കെയോ സഹായം കിട്ടുന്നുണ്ട്, അതിനി ത്യാഗരാജനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. ആ സമയത്ത് CP പറയുന്നുണ്ട്, ഇല്ല മേഡം ത്യാഗരാജനായിരിക്കില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും, എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥൻ പാർട്ടി ഓഫീസിൽ ചെന്നതും പ്രസിഡന്റ് വന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണോ സിദ്ധാർത്ഥ ഈ കേൾക്കണത്, ദേവിക്ക് എന്തിനാ KDFൻ്റെ പ്രവർത്തകരെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് സ്റ്റേഷനിൽ പോയത്, അതും ദേവിക വിളിച്ചു പറയുകയൊന്നുമല്ല ചെയ്തത്, നേരിട്ട് സ്റ്റേഷനിൽ ചെന്ന് SIയോട് ബലമായിട്ട് ഗിരീഷിനെ വിട്ട് തന്നെന്നും പറഞ്ഞ് ജാമ്യത്തിലിറക്കി കൊണ്ടുവരുമായിരുന്നു, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും.
ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് മോൾക്കറിയില്ലായിരുന്നു ഇതിലിടപെട്ട ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന്. മോള് നോക്കിയപ്പം ഗിരീശൻ എൻ്റെ മരുമകനല്ലേ, ആ ഒരു ഇത് വെച്ചിട്ടാണ് ദേവിക അവിടെ പോയി ജാമ്യത്തിൽ ഇറക്കിയത്. എന്തായാലും SI കേസൊന്നും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് കേസ് ഫയൽ ചെയ്യാണ്ടിരുന്നത്. ഞങ്ങൾക്കറിയാലോ ഗിരീഷ് സിദ്ധാർത്ഥൻ്റെ മരുമകനാണെന്ന്. എന്തായാലും KDFകാരെ ഒന്ന് പേടിപ്പിക്കണമെന്നേ ഞങ്ങൾ കരുതിയോളൂ. അതാണെങ്കിൽ ഇങ്ങനെയായി. ഇതിനെതിരെ പ്രവർത്തകരൊക്കെ ഭയങ്കര പ്രതിഷേധത്തിലാണ്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് മോൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലാത്തതുകൊണ്ട് പറ്റിപ്പോയതാ, എന്തായാലും ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കുന്നു. ആ സമയം പ്രസിഡന്റ് പറയുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യത്തേക്ക് ഞങ്ങൾ ദേവികയോട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ഇനി മേലാൽ ദേവികയുടെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു നീക്കം ഉണ്ടാവാൻ പാടില്ല. ആ സമയത്ത് സിദ്ധാർത്ഥൻ അവർക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് ഇനി ഒരിക്കലും ദേവികയുടെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു നീക്കം ഉണ്ടാവില്ല, അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. അതുമാത്രമല്ല ഇന്ന് ഞാൻ ദേവികയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം, അതിൻ്റെ പേരിൽ ഇനി വേറെ പ്രശ്നമൊന്നും വേണ്ടാന്ന്. ആ സമയത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് ഇത് സിദ്ധാർത്ഥൻ്റെ മരുമകളായതുകൊണ്ട് മാത്രമാണ് ഞങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യുന്നത്. അതുമാത്രമല്ല ദേവിക ആദ്യമായിട്ടാണല്ലോ ഈ രംഗത്ത്, അതുകൊണ്ട് ദേവികയുടെ അറിവില്ലായ്മയെന്ന് കരുതി ക്ഷമിക്കണതാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിയാണ്. പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ആകെ ആലോചിച്ച് നിൽക്കുക. അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളെങ്ങാനും ആരെങ്കിലും പറഞ്ഞ് നന്ദനോ സിദ്ധാർത്ഥനോ അറിഞ്ഞ് അത് പ്രശ്നമാവുമല്ലോ എന്നൊക്കെ. ആ സമയത്ത് ദേവിക അങ്ങോട്ട് വന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ആലോചിച്ചേക്കണത്? നന്ദു പറഞ്ഞല്ലോ ഇന്ന് അമ്പലത്തിൽ പോയി വന്നത് അമ്മ ഭയങ്കര വിഷമിച്ചാണ്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതൊന്നുമില്ല മോളെ, ഞാൻ മീരമോളെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ്. അതൊന്നും അല്ല അമ്മ എന്തോ ഒരു കാര്യം മറക്കുന്നുണ്ടെന്ന് പറയുമ്പം പ്രഭാവതി നന്ദനും സിദ്ധുവിനോടും ഇതൊന്നും പറയരുതെന്നും പറഞ്ഞ് ദേവികയോട് അമ്പലത്തിൽ വെച്ച് ഋഷി അവരെ ഉപദ്രവിക്കാൻ ചെന്നതും അതിനിടയ്ക്ക് ചന്ദ്രമതി ഋഷിയുടെ ചെകിട് നോക്കി ഒന്ന് കൊടുത്തതും ഇനിയും വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ഋഷി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോയ കാര്യങ്ങളൊക്കെ ദേവികയോട് പറയുന്നുണ്ട്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അവൻ ഇത്രയ്ക്ക് നീചനായിരുന്നോ? അവൻ നല്ലൊരു പയ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്ങനെയാണ് അവന് ഇത്രയും പ്രായമുള്ളവരോട് ഇങ്ങനെ പെരുമാറാൻ തോന്നണു? എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അമ്മയെന്ന്. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് വേണ്ട മോളെ, മോൾ ഇതിലൊന്നും ഇടപെടാൻ പോണ്ട, അത് കൂടുതൽ പ്രശ്നങ്ങളാവും. എന്തായാലും ഇനി അവൻ എന്താ ചെയ്യാൻ പോണേന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ തന്നെ ഇത് ഡീല് ചെയ്തോളാം, മോളിതിൽ ഇടപെടണ്ടാന്ന്. പിന്നീട് നമ്മളുടെ നന്ദനാണെങ്കിൽ ഈ ചന്ദ്രമതിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ചന്ദ്രമതിയെ കാണാൻ ചെന്നതും ചന്ദ്രമതി എന്താ നന്ദ നീ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വെറുതെ ആൻറ്റിയെ കാണാൻ വേണ്ടി വന്നതാ. ഇന്നലെ ആൻറ്റി വീട്ടിൽ വന്നെങ്കിലും എനിക്ക് വിശദമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ആൻറ്റിയോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ ആൻറ്റി സത്യം പറയണം. ഇന്നലെ ആൻറ്റി അമ്മയും അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന്. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. ആൻറ്റി എന്നോട് നുണ പറയരുത്, ആൻറ്റിയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ അറിയാം ആൻറ്റി എന്നോട് പറയുന്നത് നുണയാണ്. എന്തായാലും സംഭവിച്ചത് എന്താണെങ്കിലും എന്നോട് പറയണമെന്ന്. ആ സമയത്ത് ചന്ദ്രമതി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഋഷി ആ രംഗങ്ങളൊക്കെ വീഡിയോയായിട്ട് ഫോണിൽ പിടിച്ച കാര്യവും പറയുമ്പം നമ്മളുടെ നന്ദനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നന്ദൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അമ്മ എന്തിനാ മിണ്ടാതിരുന്നതെന്ന് ചോദിക്കുമ്പം പ്രഭ മിണ്ടാതിരുന്നത് വേറെ ഒന്നുകൊണ്ടും അല്ല, ചന്ദ്രോത്ത് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിനി വീണ്ടും പ്രശ്നങ്ങൾ വേണ്ടെന്ന് കരുതിയ പ്രഭ മിണ്ടാണ്ട് നിന്ന്. അതുമാത്രമല്ല വീട്ടിൽ ആരോടും പറയരുതെന്നും പ്രഭ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇനി അതറിഞ്ഞിട്ട് നന്ദനും ആ ഋഷിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ വീണ്ടും കുടുംബത്തിൻ്റെ സമാധാനം തകരുമല്ലോ എന്ന് കരുതിയ പ്രഭ ഇതെല്ലാം മറച്ചു വെക്കണേന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവനോട് ഇതിനെക്കുറിച്ച് ചോദിക്കണം. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോകണ്ട നന്ദാന്ന്. പിന്നീട് നന്ദൻ പോയതിനു ശേഷം ചന്ദ്രമതിയാണ് ഈ ഫോണെടുത്ത് പ്രഭാവതിക്ക് വിളിക്കുന്നുണ്ട്. പ്രഭാവതി ഫോണെടുത്തതും ചന്ദ്രമതി പ്രഭ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പം നന്ദൻ ഇവിടെ വന്നിരുന്നു, ഇന്ന് അമ്പലത്തിൽ വെച്ച് എന്താ ഉണ്ടായെന്ന് ചോദിച്ചു. ഒരുപാട് പ്രാവശ്യം ചോദിച്ചപ്പോൾ എനിക്ക് സത്യം പറയേണ്ടി വന്നു, അതെന്തിനാ ചന്ദ്രമതി നന്ദനോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം നന്ദൻ ചോദിച്ച് ഒരു നിവൃത്തിയില്ലാണ്ടായിപ്പോൾ ഞാൻ പറഞ്ഞതാ പ്രഭ. എന്തായാലും പ്രഭ അവനെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്ക്, ഋഷിയെ വെറുതെ വിടില്ല എന്നും പറഞ്ഞാൽ ഇവിടുന്ന് പോയേന്ന്. അങ്ങനെ ശരി ചന്ദ്രമതി എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. നന്ദൻ ഇതറിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നന്ദൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നണില്ല. ഇനി ഋഷിയും നന്ദനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായാൽ അത് ഈ കുടുംബത്തിന് താങ്ങാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് നന്ദന അങ്ങോട്ട് വരുന്നുണ്ട്. നന്ദനെ കണ്ടതും പ്രഭാവതി
നീ എന്തിനാ ചന്ദ്രമതിയെ കാണാൻ പോയെന്ന് ചോദിക്കുമ്പം അത് അമ്മ എന്നിൽ നിന്ന് മറച്ചു വെച്ച സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചന്ദ്രമതി ആൻറ്റി എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. എൻ്റെ അമ്മയെ അമ്പലത്തിൽ വെച്ച് അപമാനിച്ച ആ ഋഷിയെ ഇനി ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എന്താ നന്ദു ഈ പറയണേ, എന്തായാലും നന്ദു ഋഷിയായിട്ടൊരു വഴക്കിനൊന്നും പോകണ്ട, ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, എന്ത് ഡീൽ ചെയ്യുമെന്ന് ഈ പറയണേ, എൻ്റെ അമ്മയെ പരസ്യമായി അപമാനിച്ചവരെ വെറുതെ വിട്ടിട്ട് ഞാൻ സമാധാനമായിട്ട് വീട്ടിലിരിക്കണം എന്നാണോ ദേവി പറയണേന്ന്. ഇല്ല നന്ദു, ഞാൻ ഇന്ന് തന്നെ അരുന്ധതി മേഡത്തെ കണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ അരുന്ധതിനെ കാണാനായിട്ട് അപ്പം തന്നെ പോകുന്നുണ്ട്. പോണ വഴിക്ക് ദേവിക അരുന്ധതിയെ വിളിക്കുമ്പം അരുന്ധതി എന്താ ദേവിക എന്ന് ചോദിക്കുമ്പം എനിക്ക് മേഡത്തിനെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ദേവിക അരുന്ധതിയെ കാണാനായിട്ട് ചെല്ലുമ്പം അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി MLA എന്നെ കാണാൻ വരാമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിനെതിരെ ഇപ്പോൾ പല പ്രാവശ്യം മേഡം ഓരോ ആക്രമണങ്ങൾ നടത്തി, അതൊക്കെ ഞങ്ങൾ കണ്ടില്ലെന്ന് വെച്ചത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോകണ്ടല്ലോ എന്ന് കരുതിയ. ഇന്നലെ ഇപ്പം ഋഷി അമ്പലത്തിൽ വെച്ച് അമ്മയെ തടഞ്ഞു നിർത്തി അപമാനിച്ചു, ഇതിങ്ങനെ വിട്ട് കളയാനൊന്നും എനിക്കിനി പറ്റില്ല, നീ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചേക്കണേന്ന് ചോദിക്കണം. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അമ്മയ്ക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ ഒരു പോറൽ പോലും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല, അങ്ങനെയാണെങ്കിൽ നീ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും, എന്തായാലും പ്രഭാവതിയെ ഞങ്ങൾ ജീവനോടെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മേഡത്തിന് ആ കാര്യത്തിൽ ജയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ മരിക്കണം എന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞാൻ നടത്തുമെന്ന്. അത് കേട്ടതും ദേവികയാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.